ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാക്ക് പെയിനെ കുറിച്ചാണ്. ബാക്ക് പെയിൻ ആൻഡ് ഷിയാറ്റിക്ക, അതായത് സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയും. എല്ലുകളുടെ ഇടയിലുള്ള ഡിസ്ക് തെന്നിപ്പോകുന്നത് കൊണ്ട് വരുന്ന കാലിലേക്ക് വരുന്ന വേദന, അതിനെ നമ്മൾ ഷിയാറ്റിക്ക എന്നാണ് പറയുന്നത്. നട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് പല ഞരമ്പുകൾ പുറത്തേക്ക് വരുന്നത്. നമുക്ക് മൊത്തം 33 എല്ലുകളുണ്ട്. ഈ ഓരോ എല്ലുകളുടെ ഇടയിൽ സ്പേസറായിട്ട്, അതായത് ഗ്യാപ്പ് ഫില്ലിംഗ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഡിസ്ക് ഉണ്ടാവും. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് കുഷൻ പോലെ ഒരു സാധനമാണ്. ഈ ഡിസ്ക് പല കാരണങ്ങളെ കൊണ്ട് പിന്നിലേക്ക് തെന്നിപ്പോവാം. ഈ തെന്നിപ്പോകുമ്പോൾ ചിലപ്പോൾ ഇടത് ഭാഗത്തേക്കോ ചിലപ്പോൾ വലത് ഭാഗത്തേക്കോ ആണ് തെന്നിപ്പോകുന്നത്. ഈ തെന്നിപ്പോകുന്ന ഡിസ്കുകളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന ഞരമ്പുകളുടെ ഏതെങ്കിലും ഒരു ഞരമ്പിൻ്റെ മുകളിലേക്ക് അവർ അമർച്ച വരും. ഈ അമർച്ച വരുമ്പോൾ ഞരമ്പ് പോകുന്ന ഭാഗത്ത് വേദന ഉണ്ടാവും. വേദന എന്ന് പറയുന്നത് ചുളു കുത്തുന്നതും കടച്ചിലും തരിപ്പും, പ്രത്യേകിച്ച് വൈകുന്നേരം നേരത്തോ രാത്രി സമയത്തായിരിക്കും വേദനകൾ കൂടുന്നത്. ഇതുകൊണ്ട് തന്നെ ഉറക്കും കുറയാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും. ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ഷിയാറ്റിക്ക എന്ന് പറഞ്ഞാൽ ഞരമ്പ് കുടുങ്ങിപ്പോകുന്ന അസുഖം. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ്. ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ പ്രധാന കാരണം പലപ്പോഴും ഒരു വീഴ്ച ആയിരിക്കാം. വീഴ്ച എല്ലാവരിലും വീഴ്ച പറ്റാം, പക്ഷേ എല്ലാവർക്കും ഡിസ്ക് പ്രൊലാപ്സോ ഞരമ്പിന് ബ്ലോക്കേജോ വന്നോളുന്നില്ല. പ്രത്യേകിച്ച് നട്ടലിൻ്റെ പോസ്ചർ മോശമായിട്ടുള്ള ആൾക്കാർ വീഴുമ്പോഴാണ് ഞരമ്പിന് ബ്ലോക്ക് വരുന്നത്. വളരെ മോശമായിട്ടുള്ള പോസ്ചേഴ്സ് എല്ലാം തന്നെ ഈ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ സാധ്യതകളെ കൂട്ടുന്നു. അങ്ങനെ കുനിഞ്ഞിരിക്കുന്നൊരു വ്യക്തി പെട്ടെന്നൊരു വീഴ്ച പറ്റുമ്പോഴാണ് ഡിസ്ക് പ്രൊലാപ്സ് സംഭവിക്കുന്നത്. ഡിസ്ക് പ്രൊലാപ്സ് സംഭവിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ വെറും നടുവേദന മാത്രമായിട്ട് വരാം. ചില ആൾക്കാർക്ക് ഡയറക്റ്റായിട്ട് ഡിസ്ക് പ്രൊലാപ്സ് സംഭവിച്ചതുകൊണ്ട് വെറും ഞരമ്പിൻ്റെ വേദന മാത്രം, ഞരമ്പിൻ്റെ വേദന എന്ന് ഞാൻ പറഞ്ഞത് കാലിലേക്കുള്ള വേദന മാത്രമായിട്ട് വരാം. തുടക്കത്തിൽ ഒരു ഡിസ്ക് പ്രൊലാപ്സ് സംഭവിക്കുമ്പോൾ കാലിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു വേദന തുടങ്ങും. ആ വേദന തുടങ്ങിയപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടർ കുറച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ചില ഡോക്ടർമാർ ചിലപ്പോൾ ഒരു 1-1.5 മാസത്തോളം മരുന്ന് കൊടുത്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചില പേഷ്യൻസിൽ വെയിറ്റ് ഇട്ട് കിടക്കേണ്ടി വരും. ചില പേഷ്യൻസ് വളരെ അപൂർവമായിട്ട് ഓപ്പറേഷൻ വരെ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തുടക്കത്തിലുള്ള ഡിസ്ക് പ്രൊലാപ്സസിനെ കാലിലേക്ക് വരുന്ന ഞരമ്പിന് ബ്ലോക്ക് ഉള്ളപ്പോൾ മരുന്നുകൾ കഴിച്ച് നിങ്ങളുടെ അസുഖം മാറിയെന്ന് വയ്ക്കുക. മാറിയതിന് ശേഷം കുറച്ച് കാലത്തിന് ശേഷം പിന്നെയും ഇത് തുടരുന്നു, പിന്നെയും മരുന്ന് കഴിക്കുന്നു, പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞാൽ തുടരുന്നു. അപ്പോൾ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാലക്രമേണ ഈ ഓരോ പ്രാവശ്യം വേദന വരുന്നതിൻ്റെ കാഠിന്യം കൂടി വരുന്നു. അതുമാത്രമല്ല മരുന്നുകൾക്ക് ഗുണമില്ലാതെ ഒരവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഇതിൻ്റെ എന്തുകൊണ്ട് ഡോക്ടർ ഇത് മാറ്റിയെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചികിത്സയെക്കുറിച്ചിട്ടുള്ള പരിപൂർണ്ണ ധാരണ പേഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഡിസ്ക് തെന്നൽ 99% ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. വളരെ അപൂർവമായിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് സർജറി നിർബന്ധമാവുന്നത്. ഒരു സൈഡിലേക്ക് ഡിസ്ക് തെന്നുമ്പോൾ പലപ്പോഴും അത് മരുന്നുകളെ കൊണ്ട് ചികിത്സിക്കാൻ പറ്റും. അക്യൂട്ട് സിറ്റിംഗ്, പെട്ടെന്ന് വരുന്ന വേദന, ആ വേദനയെ നമുക്ക് മരുന്നുകളെ കൊണ്ട് എഫക്റ്റീവ്ലി നമുക്ക് നിർത്താൻ പറ്റും. ആ വേദന മാറി വരുമ്പോൾ നമ്മൾ നട്ടലിൻ്റെ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ആ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തതിൻ്റെ കുറവും കാലക്രമേണ നട്ടലിനെ ആരോഗ്യപരമാക്കി മാറ്റാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങളെ കൊണ്ടാണ് ബാക്ക് പെയിനും ഡിസ്ക് പ്രൊലാപ്സും പിന്നെയും നിങ്ങളെ അലട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ഈ നട്ടലിൻ്റെ ആരോഗ്യം, നട്ടലിൻ്റെ സ്ട്രെങ്ത് നമുക്ക് റീഗെയിൻ ചെയ്യാം? റീഹാബിലിറ്റേഷൻ വഴിയാണ്. ഡിസ്ക് പിന്നിലേക്ക് തെന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നട്ടലിൻ്റെ മുൻവശത്തുള്ള പ്രഷർ ഫോഴ്സസ് വളരെ കൂടുതലായതുകൊണ്ടാണ് ഡിസ്ക് പിന്നിലേക്ക് തെന്നുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ വീട് പണിയുമ്പോൾ ഒരു ചെങ്കല്ല് വയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ കുറച്ച് സിമെൻറ്റ് വയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ വേറൊരു ചെങ്കല്ല് വയ്ക്കുന്നു. ഈ ഒന്നിൻ്റെ മുകളിൽ ഇനിയൊരു ചെങ്കല്ല് വയ്ക്കുമ്പോൾ ഒരു കെട്ടിടപ്പണിയിൽ ഈ ചെങ്കലിൻ്റെ മുകളിലേക്ക് വരുന്ന ഫോഴ്സസ് ഒപ്പമാണെങ്കിൽ ആ ഉള്ളിലുള്ള സിമെൻറ്റ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവും, എല്ലാ ഭാഗത്തെയും ഈക്വലി പകരും. പക്ഷേ അതല്ല ഒരു ഭാഗത്തേക്ക് മാത്രം, മേലെ വയ്ക്കുന്ന ചെങ്കലിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ അമർത്തി പിടിച്ചാൽ ഉള്ളിലുള്ള സിമെൻറ്റ് മറ്റേ ഭാഗത്തേക്ക് സ്പ്രെഡായി ഡിസിപ്പേറ്റ് ആയിപ്പോവും. അതുണ്ട്. അതേപോലെ തന്നെ എല്ലുകൾ ഒരേ ഭാഗത്തേക്കുള്ള ഫോഴ്സ് വളരെ കൂടുതലായി വന്നുകൊണ്ട് മറ്റേ ഭാഗത്തേക്കുള്ള ഫോഴ്സ് വളരെ കുറവായി വരുമ്പോഴാണ് ഡിസ്ക് ഒരു ഭാഗത്തേക്ക് തെന്നാനുള്ള പ്രവണത വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? നട്ടലിനെ നിവർത്തുന്ന മസിൽസ് ഉണ്ട്, നട്ടലിനെ മടക്കുന്ന മസിൽസ് ഉണ്ട്. നട്ടലിനെ മടക്കുന്ന മസിൽസ് വളരെ സ്ട്രോങ് ആണ്, പക്ഷേ നട്ടലിനെ നിവർത്തുന്ന മസിൽസ് വളരെ വീക്കാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നട്ടൽ മടങ്ങിക്കൊണ്ടിരിക്കും. നട്ടൽ മടങ്ങാനുള്ള പ്രവണത കൂടും. ആ മടങ്ങാനുള്ള പ്രവണതയാണ് പരിപൂർണമായിട്ടും ഡിസ്കിന് പ്രധാന കാരണം. അപ്പോൾ നമ്മൾ നട്ടലിനെ നിവർത്താനുള്ള എക്സസൈസുകൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നട്ടലിന് നിവർന്നു തുടങ്ങും. നിങ്ങളറിയാതെ നട്ടലിൻ്റെ മസിൽസ് കുറച്ചും കൂടി സ്റ്റിഫാവും.
ആ സ്റ്റിഫ് ആവുന്നതുകൊണ്ട് ഡിസ്ക് തെന്നൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഡിസ്ക് പ്രൊലാപ്സിൻ്റെ തുടക്ക ചികിത്സ മരുന്നുകളാണെങ്കിൽ പോലും തുടർ ചികിത്സയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നട്ടലിനെ നിവർത്താൻ ആവശ്യമുള്ള എക്സസൈസുകൾ സ്ഥിരമായി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫ്ലെക്സർ മസിൽസ് ഓവർ ആക്ടിവേറ്റഡ് ആവുന്ന ജോലികളാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. കുനിഞ്ഞ് ജോലി ചെയ്യുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, ഇതുപോലെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പരമാവധി ജോലികളെല്ലാം തന്നെ നട്ടലിൻ്റെ മുൻവശത്തെ മസിൽസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജോലികളാണ് നമ്മൾ ചെയ്യുന്നത്. നട്ടലിനെ നിവർത്തുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൽ മേലെ നടക്കാൻ പോവുക, ജോഗിങ് ചെയ്യുക, സൈക്ലിങ്ങോ സ്വിമ്മിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന പേഷ്യൻസിൽ മാത്രമേ നട്ടലിനെ നിവർത്തുന്ന മസിൽസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നുള്ളൂ. ഇത് ഒരു ബാലൻസിൽ പോകണം. നട്ടലിന് മുൻവശത്തുള്ള മസിൽസും നട്ടലിനെ നിവർത്തുന്ന മസിൽസും നല്ലപോലെ ഒരു ബാലൻസിൽ പോയി കഴിഞ്ഞാൽ നട്ടലിൻ്റെ കോർ സ്ട്രെങ്ത്ത് നന്നായിരിക്കും. ഈ കോർ സ്ട്രെങ്ത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് പലപ്പോഴും ഡിസ്ക് പ്രൊലാപ്സ് സംഭവിക്കുന്നത്. ഈ ഡിസ്ക് തെന്നുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അക്യൂട്ട് ട്രീറ്റ്മെൻറ്റ്, അതായത് തുടക്കത്തിലുള്ള ചികിത്സ, മരുന്നുകൾ വഴിയുള്ള ചികിത്സ, വേദനകളൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങുമ്പോൾ നട്ടലിനെ നിവർത്തുന്ന എക്സസൈസുകൾ സ്ഥിരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ശീലം കൊണ്ടുവരണം. ഇതൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൂടിയാണ്. കുറച്ച് കാലത്തേക്ക് എക്സസൈസുകൾ ചെയ്തു നിർത്തി, അപ്പോൾ പിന്നെയും പഴയ തെന്നിയിരിക്കുന്ന ഡിസ്ക് നിങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നട്ടലിനെ നിവർത്തുന്ന വ്യായാമങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയും അതൊരു ദിനചര്യമായി മാറുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഡിസ്ക് പ്രൊലാപ്സ് പരിപൂർണമായി മാറുന്നത്. പലപ്പോഴും ഡിസ്ക് പ്രൊലാപ്സ് ഒരു പ്രാവശ്യം വന്നവർ, അതിൻ്റെ വേദനയുടെ കാഠിന്യം അനുഭവിച്ചവർ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ വേദനയൊക്കെ മാറുമ്പോൾ ഇതൊക്കെ മറക്കും. അതൊക്കെ എനിക്ക് ശരിയായില്ലേ എന്ന് പറയും. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ആ തെന്നി നിൽക്കുന്ന ഡിസ്ക് നിങ്ങളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നത്. നട്ടലിനെ നിവർത്തുന്ന മസിൽസിനെ ശക്തിപ്പെടുത്തിയേ മതിയാവൂ. എത്ര കാലം? ജീവിതകാലം മുഴുവൻ. അത് എക്സസൈസ് രൂപത്തിലോ ജോഗിങ്ങോ റണ്ണിങ്ങോ ഷട്ടിലോ ഫുട്ബോളോ ക്രിക്കറ്റോ ഏതെങ്കിലും രീതിയിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസോ ചെയ്യുമ്പോൾ നട്ടലിനെ നിവർത്തുന്ന മസിൽസ്. ഇനി നമ്മൾ സ്പൈൻ എക്സ്റ്റൻഷന് ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബേർഡ് ഡോഗ് എക്സസൈസ് എന്ന് പറയും. നമ്മൾ ഡോഗ് പൊസിഷനിൽ നീട്ട് നിൽക്കുക, വലത്തെ കാല് മേലേക്ക് പൊക്കാം, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൈ നീട്ടി പൊക്കുക. സോ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യുക, 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, പിന്നെ ഡ്രോപ്പ് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസ് പെൽവിക് ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിഡ്ജ് കേൾസ് എന്ന് പറയും. നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മുടെ പെൽവിക് ബോൺ, നമ്മുടെ ഇടുപ്പിൻ്റെ എല്ല് പരിപൂർണ്ണമായിട്ട് മേലേക്ക് പൊക്കി ഹോൾഡ് ചെയ്ത് പിടിക്കുക. 10 സെക്കൻഡോ 15 സെക്കൻഡോ ഹോൾഡ് ചെയ്യുക, താഴെ തിരിച്ച് വയ്ക്കുക. അങ്ങനെ പല റെപ്പറ്റീഷൻസ് ചെയ്യുക. തേർഡ് എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടത് പ്ലാങ്ക് എക്സസൈസാണ്. പ്ലാങ്ക് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും. 4 ആം പ്ലാങ്ക് എന്ന് പറയും. 4 ആം ഉപയോഗിച്ച് പ്ലാങ്ക് ഹോൾഡ് ചെയ്യുക. ഫോർത്ത് ഇമ്പോർട്ടൻ്റ് എക്സസൈസ് എന്ന് പറയുന്നത് നട്ടലിനെ നിവർത്തുന്ന ഒരു കാലുകൾ മാത്രം മേലേക്ക് പൊക്കുന്ന എക്സസൈസാണ്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മുട്ട് നിവർത്തി പിടിക്കണം എന്നുള്ളതാണ്. 10 സെക്കൻഡോളം മേലെ പൊക്കി പിടിച്ചിട്ട് മെല്ലെ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ 10 സെക്കൻഡ് വീതം പൊക്കി പിടിക്കുക, മറ്റേ കാലിലേക്കും ചെയ്യുക. 2 കാലിലേക്കും ഒന്നിച്ച് കാല് പൊക്കാൻ പറ്റുന്ന എക്സസൈസുകളും ചെയ്യാൻ പറ്റും. അത്രമാത്രം നട്ടലിന് സ്ട്രെങ്ത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും.